പ്രശസ്ത നർത്തകൻ RLV രാമകൃഷ്ണനെ കുറിച്ച് നർത്തകി കലാമണ്ഡലം സത്യഭാമ നടത്തിയ ജാതി അധിക്ഷേപവും ബോഡി ഷെയ്മിങ്ങും ഒക്കെ വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചത്. കലാകാരന്മാരുടെ ബാഹ്യ സൗന്ദര്യം എന്ന വാർപ്പ് മാതൃകകളെ പൊളിച്ചെഴുതാനും പുരോഗമിച്ച കാലത്തിനൊപ്പം ചിന്താഗതികൾ മാറേണ്ട സമയം അതിക്രമിച്ചു എന്നതിൽ യാതൊരു തർക്കവുമില്ല. ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് സത്യഭാമയുടെ വിവാദ പരാമർശം. പുരുഷന്മാർ മോഹിനിയാട്ടം കളിക്കുന്നത് അരോചകമാണെന്നും ഇയാൾക്ക് കാക്കയുടെ നിറമാണെന്നുമായിരുന്നു സത്യഭാമയുടെ ക്രൂരമായ വാക്കുകൾ. മോഹിനിയായിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കുന്ന ആൾക്കാർ. ഇയാളെ കണ്ടുകഴിഞ്ഞാൽ കാക്കയുടെ നിറം എല്ലാം കൊണ്ടും കാലകത്തി വെച്ച് കളിക്കേണ്ട കലാരൂപമാണ് മോഹിനിയാട്ടം. ഒരു പുരുഷൻ കാലും കവിച്ചു വെച്ച് മോഹിനിയാട്ടം കളിക്കുന്നത് അത്രയും അരോചകമായിട്ട് ഒന്നുമില്ല. എന്റെ അഭിപ്രായത്തിൽ മോഹിനിയാട്ടമൊക്കെ ആൺപിള്ളേർ കളിക്കണമെങ്കിൽ അതുപോലെ സൗന്ദര്യം ഉണ്ടാകണം. ആൺപിള്ളേരിലും നല്ല സൗന്ദര്യമുള്ളവരുണ്ട്. ഇവനെ കണ്ടു കഴിഞ്ഞാൽ പെറ്റ തള്ള പോലും സഹിക്കില്ല. സത്യഭാമ അഭിമുഖത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞത്. ഇതിനെതിരെ സോഷ്യൽ മീഡിയകളിൽ ഉൾപ്പെടെ വ്യാപക പ്രതിഷേധമാണ് ഇപ്പോഴും ഉയരുന്നത്. രാമകൃഷ്ണന് പിന്തുണയുമായി നിരവധി പേർ രംഗത്തെത്തി. ഇതോടെ സംഭവത്തിൽ പ്രതികരിച്ച് രാമകൃഷ്ണനും സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റ് ഇട്ടിരുന്നു. തന്റെ വിദ്യാഭ്യാസ യോഗ്യത വിവരിച്ചും സത്യഭാമയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും അറിയിച്ചായിരുന്നു കുറിപ്പ്. ഈ പറഞ്ഞതോ പറഞ്ഞു. ഇതിന്റെ വിശദാംശങ്ങൾ തേടിയെത്തിയ മാധ്യമ പ്രവർത്തകരെ അങ്ങേയറ്റം രൂക്ഷമായ ഭാഷയിലാണ് സത്യഭാമ വിമർശിച്ചത്. മാത്രമല്ല, കാക്കയുടെ നിറം പെറ്റതള്ള സഹിക്കില്ല എന്നൊക്കെ പറഞ്ഞതിൽ യാതൊരു കുറ്റബോധവും ഇല്ലെന്നായിരുന്നു സത്യഭാമയുടെ പ്രതികരണം. പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല. ഞാൻ പറഞ്ഞത് എൻ്റെ അഭിപ്രായമാണ്, ഇനിയും പറയും. എൻ്റെ കലയുമായി വരുന്ന പ്രശ്നങ്ങളിൽ ഞാൻ പ്രതികരിക്കും. കറുത്ത നിറമുള്ളവരെ മോഹിനിയാട്ടം പഠിപ്പിക്കില്ല എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് പഠിപ്പിക്കുമെന്നും മത്സരങ്ങൾക്ക് അയക്കില്ലെന്നും അവർ പറഞ്ഞു. സൗന്ദര്യമില്ലാത്തതിനാൽ മാർക്ക് ലഭിക്കില്ല. മത്സരിക്കുന്ന പല കുട്ടികൾക്കും മേക്കപ്പിന്റെ ബലത്തിലാണ് മാർക്ക് ലഭിക്കുന്നത്. ലിംഗനിറ വ്യത്യാസങ്ങൾ കാണിക്കുന്നത് ഒരു കലാകാരിക്ക് ചേർന്നതാണോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് എന്താ ചേരാത്തത് എന്നായിരുന്നു സത്യഭാമയുടെ മറുപടി. നിങ്ങളുടെ തൊഴിൽ പോലെയല്ലെന്നും ഇതിന് അത്യാവശ്യം സൗന്ദര്യം വേണമെന്നും സത്യഭാമ കൂട്ടിച്ചേർത്തു. സത്യഭാമയുടെ നടപടി സാംസ്കാരിക കേരളത്തിന് അപമാനമാണെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി തന്നെ പ്രതികരിച്ചു. പ്രസ്താവന പിൻവലിച്ച് RLV രാമകൃഷ്ണനോടും സാംസ്കാരിക കേരളത്തോടും സത്യഭാമ മാപ്പ് പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. എന്നാൽ സജി ചെറിയാനോട് പോകാൻ പറ എന്നായിരുന്നു സത്യഭാമയുടെ ധാർഷ്ട്യം നിറഞ്ഞ മറുപടി. മോഹിനിയാട്ടത്തിൽ PhD ഉള്ളയാളും MG സർവകലാശാലയിൽ നിന്നും MA മോഹിനിയാട്ടം 1ാം റാങ്കോടെ പാസ്സാവുകയും ചെയ്ത കലാകാരനാണ് RLV രാമകൃഷ്ണൻ. സത്യഭാമ അപമാനിച്ച കറുത്ത നിറമുള്ളവർക്കും അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങൾക്കും എല്ലാ അവകാശങ്ങൾക്കും വേണ്ടി പോരാടി നേടിയെടുത്ത പുരോഗമന ചരിത്രമാണ് നമ്മുടെ കേരളത്തിനുള്ളത്. കല ആരുടെയും കുത്തകയല്ല. മോഹിനിയാട്ടം കളിക്കുന്നവർക്ക് നല്ല സൗന്ദര്യം വേണമെന്നാണ് അവർ മാധ്യമങ്ങളോട് അത്രയും പറഞ്ഞത്. ഇത് നിങ്ങളുടെ മേഖലയല്ലെന്നും ഞാൻ സൗന്ദര്യത്തെക്കുറിച്ചാണ് പറഞ്ഞതെന്നും അവർ മാധ്യമ പ്രവർത്തകരെ ഓർമ്മപ്പെടുത്തുക പോലും ഉണ്ടായി. സൗന്ദര്യമില്ലാത്ത ഒരു കുട്ടിക്ക് 1ാം സ്ഥാനം കൊടുത്തിട്ട് കാലിക്കറ്റ് സർവകലാശാലയിൽ എനിക്ക് ചോദ്യം നേരിടേണ്ടി വന്നിട്ടുണ്ട്. കറുത്ത കുട്ടികൾ പരിശീലനത്തിന് വന്നാൽ പഠിപ്പിക്കും, പക്ഷേ മത്സരത്തിന് അയക്കില്ലെന്ന് അവർ വീണ്ടും വീണ്ടും പറഞ്ഞു. ക്ഷേത്രങ്ങളിലും മറ്റും കളിച്ചോ? മത്സരത്തിന് പോകുമ്പോൾ സൗന്ദര്യത്തിനൊരു കോളമുണ്ട് എന്നാണ് പറയാറ്. സത്യഭാമ പറഞ്ഞ വിവരക്കേട് തന്നെ ആവർത്തിച്ചു. നിറത്തിന് സൗന്ദര്യത്തിൽ പ്രാധാന്യമുണ്ട്. ഇല്ലെങ്കിൽ ഏതെങ്കിലും കറുത്ത കുട്ടിക്ക് സൗന്ദര്യ മത്സരത്തിൽ 1ാം സ്ഥാനം ലഭിച്ചിട്ടുണ്ടോ? അഭിപ്രായത്തിൽ താൻ ഉറച്ചു നിൽക്കുകയാണെന്നും സത്യഭാമ പരസ്യമായി വ്യക്തമാക്കി. ജാതി പ്രിവിലേജുകാരുടെ വേദികളോടും അവസരങ്ങളോടും പൊരുതി സ്വന്തം നിലയ്ക്ക് മുന്നേറി വരുമ്പോൾ തലക്കിട്ട് തന്നെ ചവിട്ടിത്താഴ്ത്തുന്ന ഇമ്മാതിരി ഗുരുക്കൾക്ക് മുഖ്യവേദികളും പട്ടും പരവതാനിയും വിരിക്കുന്ന ഏർപ്പാടങ്ങ് നിർത്തണം. MG യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MA മോഹിനിയാട്ടം 1ാം റാങ്ക്. കേരള കലാമണ്ഡലത്തിൽ നിന്ന് പെർഫോമിംഗ് ആർട്സ് ടോപ്പ് സ്കോററായി MPhil. ദൂരദർശൻ A ഗ്രേഡഡ് ആർട്ടിസ്റ്റ്. 15 വർഷത്തെ അധ്യാപക പരിചയം എന്നിങ്ങനെ നീണ്ടു പോകുന്നതാണ് സത്യഭാമ കറുത്തവനെന്നും കാക്കയുടെ നിറമെന്നും അധിക്ഷേപിച്ച രാമകൃഷ്ണന്റെ യോഗ്യതകൾ. അതിനപ്പുറം മറ്റെന്ത് മറുപടിയാണ് സത്യഭാമയെ പോലെ ഒരാൾക്ക് നൽകാനുള്ളത്?